റെഡിയാക്കുന്നു, ശമിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരിഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് പേര് വന്നത്. അപ്പോൾ പൈൽസ് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തിൽ അല്ലെങ്കിൽ പിന്നെ രക്തത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ് പൈൽസ്. അപ്പോൾ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ്, ഫോർത്ത് ഗ്രേഡ്. ഫസ്റ്റ് ഗ്രേഡ് പറഞ്ഞാൽ ചെറുങ്ങനെ ഒരു കുരു പോലെ മെല്ലെ ആ ഭാഗത്ത് പിന്നെ എന്താ പറയാ മലദ്വാരത്തിനടുത്ത് ഒരു പിന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടാവുക. അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ മലവിസർജനം നടത്തുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ ഈ മലാശയത്തിന്റെ ഒരു ഭാഗം പുറത്തോട്ടേക്ക് തള്ളി വരും. ഫിഷർ എന്നല്ലേ പറഞ്ഞേ അല്ലെ, ഫിസ്റ്റുല പുറത്തോട്ട് തള്ളി വരുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഗ്രേഡ്. പിന്നെ നാലാമത്തെ ഗ്രേഡ് അതിന് കുറെ മലാശയത്തിന് കുറെ ഭാഗം പുറത്തോട്ട് തള്ളി വരും. അപ്പൊ അത് ഭയങ്കര സ്റ്റേജ്, മോശം സ്റ്റേജ് ഉണ്ടാവുക. ശരിക്കും കമ്പനി പറയുന്നത് ആദ്യത്തെ 2 സ്റ്റേജിനാണ് എന്ത് കൊടുക്കേണ്ടത്. ഈ 2 സ്റ്റേജ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ആദ്യത്തെ സ്റ്റേജ് ഉണ്ടായി പെട്ടെന്ന് 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തൂല. ആദ്യത്തെ സ്റ്റേജ് ഉണ്ടായി അത് പരിഹരിക്കാതെ 2ാമത്തെ സ്റ്റേജിലേക്ക് വന്ന് അവിടുന്ന് പിന്നെയും 3ാമത്തെ സ്റ്റേജിലേക്ക് വന്ന് അങ്ങനെ പരിഹരിക്കപ്പെടാതെയാണ് എന്ത് സംഭവിക്കുക, 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുക. ആർക്കും ഒറ്റടിക്ക് 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തൂല. അപ്പോൾ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ഈ സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും ഉള്ള ആൾക്കാർക്കാണ് എന്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. പക്ഷെ റിസൾട്ട് ഏത് കിട്ടുന്നുണ്ട്, ഗ്രേഡ് 3ക്കും ഗ്രേഡ് 4ഉം റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ കമ്പനി പറഞ്ഞത് നിങ്ങൾ ഏത് കൊടുത്താൽ മതി, നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഫോക്കസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസിന്റെ കാരണം പറഞ്ഞാൽ ഇംപ്രോപ്പർ ഡയറ്റ്, ഡൈജഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന മലബന്ധം. ഓക്കെ, പിന്നെ വെള്ളം കുടിക്കുന്നത് കുറവ്, പിന്നെ ഈ എന്താ പറയുക ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈ മൈദയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. IT കാർക്കെല്ലാം കുറേയൊക്കെ പൈസ ഉണ്ടാവും. എന്തുകൊണ്ടാ അവർ ഈ ബർഗറും മൈദയുള്ള സാധനങ്ങളും കഴിക്കും, ഈ ഫൈബർ കണ്ടന്റുള്ള സാധനങ്ങളൊന്നും കഴിക്കൂല. ഇരുന്നിട്ടുള്ള ജോലി, സെക്കൻഡറി ലൈഫ് സ്റ്റൈല്, ഇരിക്കുന്ന ഭാഗത്ത് ഭയങ്കര ചൂടുണ്ടാവും. AC ഹോളാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് ഭയങ്കര ചൂടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഉണ്ടാവുക. പിന്നെ ടോയ്ലറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം പിടിച്ചു വെക്കും അല്ലെ, എന്തോ ഈ ഇൻട്രസ്റ്റ് വരുന്ന പോലെ അല്ലെ, എന്ത് ചെയ്യുക, പുറത്തോട്ട് കളിയില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം എന്തുണ്ടാവും, നമ്മുടെ ഇതിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചില ജോലിക്കാർക്ക് പൈസ ഉണ്ടാകാൻ സാധ്യത കൂടിയാണ്. IT കാർക്ക്, ടീച്ചർമാർക്ക്, ഡ്രൈവർമാർക്ക്, ഇതൊക്കെ ഇരുന്നിട്ടുള്ള ഇങ്ങനെയുള്ള ജോലികളാണ്. അപ്പൊ ജീവിതശൈലി ഉണ്ടാകുന്ന രോഗമാണ് എന്ത്, ഈ സംഭവം. അപ്പൊ എങ്ങനെ ഡോസേജ് പറഞ്ഞാൽ 2 ക്യാപ്സ്യൂള് പിന്നെ എന്ത് ചെയ്യാം, രാവിലെ ഒരു ക്യാപ്സ്യൂള്, രാത്രി ഒരു ക്യാപ്സ്യൂള്, അതിന് കൂടെ നന്നായിട്ട് വെള്ളം കൂടെ കുടിക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് പൈൽസിന്റെ ഓയിൻമെന്റ്. ഈ ഓയിൻമെന്റ് എന്തിനു ഉപയോഗിച്ചാൽ മതി പറഞ്ഞാൽ ഈ 2ാമത്തെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഈ പൊട്ടിയിട്ട് ബ്ലഡ് പോകുന്ന കണ്ടീഷൻ വരും. അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വൂണ്ട് ഹീലിംഗ് പോലെയുള്ള നമ്മുടെ ഓയിൻമെന്റ് ഉണ്ട്. ഈ ഓയിൻമെന്റിന്റെ കൂടെ തന്നെ അതിന്റെ കവറിൽ ഒരു അപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്ക് വരും. അപ്പൊ ഈ സ്റ്റിക്ക് എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ഈ ഓയിൻമെന്റ് ആ സ്റ്റിക്കിലേക്ക് എടുത്തിട്ട് ഈ പിന്നെ പൈൽസിന്റെ ബ്ലഡ് വരുന്ന ഭാഗം ചിലപ്പോൾ ഉള്ളിൽ കുറച്ച് പിന്നെ മലദ്വാരത്തിന്റെ കുറച്ച് ഉള്ളിലോട്ടായിരിക്കും. അപ്പൊ ഉള്ളിലോട്ട് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ നേരെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഓയിൻമെന്റ് എന്ത് ചെയ്യാം, വൂണ്ട് ഹീലിംഗ് പോലെ വളരെ പെട്ടെന്ന് ആ ബ്ലീഡിങ് വരുന്ന ഭാഗം ഉണക്കി തരാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഈ സാധനം എന്ത് ചെയ്യാം, ഈ സ്റ്റിക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കഴുകിയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഓയിൻമെന്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഓയിൻമെന്റ് ആണ്. അതുകൊണ്ട് ടോയ്ലറ്റ് പോയി തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഓയിൻമെന്റ് വെച്ച് അടുത്ത പ്രാവശ്യം ടോയ്ലറ്റ് പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ ഓയിൻമെന്റിന്റെ കണ്ടന്റെല്ലാം വീണ്ടും പോയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ടോയ്ലറ്റ് പോയി കഴിഞ്ഞ ശേഷം ഉറങ്ങുന്ന സമയത്ത് ഓയിൻമെന്റ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഓക്കെ, എത്ര സമയത്ത് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഏറ്റവും കൂടുതൽ സൗകര്യപ്പെടാം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ, ഏതെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് നമുക്ക് ഇത് പിന്നെ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യാം. ഏറ്റവും നല്ലത് രാത്രി സമയങ്ങളിലായിരിക്കും. പിന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഈസിയുള്ള പ്രൊഡക്റ്റ്. ഇതൊരു വേറൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിന്റെ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോണിക് ആയിട്ടുള്ള പിന്നെ എന്താണ് കോൺസ്റ്റിപ്പേഷൻ, അത് കുറെ കാലങ്ങളായിട്ട് മലബന്ധം ഇല്ലാത്തത് എന്ത് സംഭവിക്കും, പൈൽസ് വരും. ഇങ്ങനെ ഉണ്ടാകുന്ന മലബന്ധം തടയാൻ വേണ്ടിയിട്ടാണ് ഫുൾ ആൻഡ് ഈസി എന്നുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതൊരു പൗഡറാണ്. ഇത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈബർ കണ്ടന്റുള്ള സാധനമാണ് അതിനകത്തുള്ളത്, ഈ ഫുൾ ആൻഡ് ഈസി ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കെട്ടിക്കിടക്കുന്ന മലബന്ധം പോലുള്ള കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പുറത്തോട്ട് പോകാനും പിന്നെ എന്താ പറയാ ഈ മലബന്ധം അല്ലെങ്കിൽ ഇൻഡൈജഷൻ ദഹനക്കുറവ് പരിഹരിക്കാനൊക്കെ ഏത് സഹായിക്കും, ഫുൾ ആൻഡ് ഈസി സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഒരു വ്യക്തിക്ക് നല്ലത്. ഇതിന്റെ കൂടെ എന്തുകൂടെ കൊടുക്കാം, നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണോ ത്രിപ്ലസും കവച പ്രാശും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ 95 കൊടുക്കാൻ പറ്റും.